നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. മിമിക്രിയിലൂടെ മാനസിക വെല്ലുവിളിയെ അതിജീവിച്ച ഇരട്ട സഹോദരന്മാരെക്കുറിച്ചാണ് നല്ല വാർത്തയിൽ ആദ്യം. തിരുവനന്തപുരം പെരിങ്കടവിള ബഡ്സ് പുനരധിവാസ കേന്ദ്രത്തിലെ വിദ്യാർത്ഥികളായ ഹരികൃഷ്ണനെയും ഹരിചന്ദ്രനെയും കുറിച്ച്. സ്കൂളിൽ പഠിക്കുമ്പോൾ മിമിക്രിയിൽ നല്ല വാസനയുണ്ടായിരുന്നു ഇരുവർക്കും. സിനിമാ താരങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരുമൊക്കെ നിമിഷ നേരം കൊണ്ട് ഇവരുടെ ശബ്ദത്തിലൂടെ മിന്നിമറയും. +2 കഴിഞ്ഞ് ITI പഠനത്തിനിടെയാണ് സ്കിസോഫ്രീനിയ ബാധിച്ചത്. അതോടെ ജീവിതത്തിന്റെ താളം തെറ്റി. ബഡ് സ്കൂളിൽ എത്തിയതോടെയാണ് ആ അവസ്ഥയിൽ നിന്നും കരകയറിയത്. ഹരികൃഷ്ണന്റെയും ഹരിചന്ദ്രന്റെയും സഹപാഠിയായിരുന്ന ബഡ്സ് പുനരധിവാസ കേന്ദ്രത്തിലെ അധ്യാപിക സിമി സോമനാണ് ഇവരെ ബഡ് സ്കൂളിൽ എത്തിച്ചത്. മിമിക്രിയുടെ ലോകത്തേക്ക് സഹപാഠികളെ വീണ്ടും കൈപിടിച്ചു കൊണ്ടുവന്നതും ഈ അധ്യാപികയാണ്. മികച്ച പരിശീലനം നൽകുന്നതിലൂടെ ഹരികൃഷ്ണനും ഹരിചന്ദ്രനും മികവുറ്റ കലാകാരന്മാരാകുമെന്നും ബഡ് സ്കൂളിലെ അന്തരീക്ഷം അതിന് സഹായിക്കുമെന്നും പെരിങ്കടവിള ബഡ്സ് പുനരധിവാസ കേന്ദ്രം അധ്യാപിക സിമി സോമൻ പറയുന്നു. ഹരികൃഷ്ണന് ഹരിചന്ദ്രന് പാട്ട് പാടാനും മിമിക്രി ചെയ്യാനുമുള്ള കഴിവുണ്ടായിരുന്നു. കൊച്ചുനാളിലെ സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുത്ത് സമ്മാനം മേടിച്ചിട്ടുണ്ട്. തുടർന്ന് സ്റ്റേജ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുകയും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ തന്നെയായിരുന്നു. പെട്ടെന്നായിരുന്നു ഈ ഒരു അവസ്ഥയിൽ ആയത്. സ്കിസോഫീനിയ ബാധിച്ച് പുറം ലോകവുമായി ഒരു ബന്ധവും ഇല്ലാതെ 10 വർഷക്കാലം വീട്ടിൽ തന്നെയായിരുന്നു. ബഡ്സിൽ വന്നതിന് ശേഷം 34കാരന്മാരായ അവർ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. ഇപ്പോൾ ആളുകളോട് സംസാരിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രാപ്തരായി. കുടുംബശ്രീ ബഡ്സ് കലോത്സവത്തിൽ ഫസ്റ്റ് പ്രൈസ് നേടി. സ്വന്തമായി വരുമാനം ലഭിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം. 45ഓളം ഭിന്നശേഷിക്കാർ നമ്മുടെ സംരക്ഷണയിലാണ്. ഇവരുടെ ഉന്നമനത്തിനായി പഞ്ചായത്ത് ഭരണസമിതിയിലെ എല്ലാ അംഗങ്ങളുടെയും പിന്തുണയും ലഭിച്ചു വരുന്നു. കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പിന്തുണയും പ്രോത്സാഹനവും എല്ലാവരും ഒപ്പമുണ്ട് എന്ന ആത്മധൈര്യം പകരുന്നതും ഹരികൃഷ്ണനെയും ഹരിചന്ദ്രനെയും പോലെയുള്ള നിരവധി പേരുടെ ജീവിതം മാറ്റിമറിക്കും. സാധാരണ ജീവിതത്തിലേക്കുള്ള ഈ ഇരട്ട സഹോദരന്മാരുടെ തിരിച്ചുവരവും അതിനു സഹായകമായ സാഹചര്യവും പശ്ചാത്തലവും എല്ലാം വ്യത്യസ്ത ജീവിത അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർക്ക് പ്രതീക്ഷയും പ്രചോദനവും നൽകുന്നു. ലോകത്തിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ബേബിയെ പരിചയപ്പെടാം. 2 വയസ്സുകാരി ആദവി, തമിഴ്നാട് സ്വദേശി. അച്ഛൻ ദിനേശും അമ്മ ജനകനന്ദിനിയും മകൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ തങ്ങളുടെ കുഞ്ഞിനായി മെച്ചപ്പെട്ട ഭൂമി മുന്നിൽ കണ്ട് എടുത്ത തീരുമാനമാണ് മകൾക്ക് ഈ പദവി നേടിക്കൊടുത്തത്. തമിഴ്നാട്ടിലെ കർഷകരുമായി ചേർന്ന് 6000 ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുകയാണ് ഇവർ ആദ്യം ചെയ്തത്. ഫലമോ? മകൾ ആദവി വളർന്നു വരുന്നതിനൊപ്പം കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്തുകൊണ്ട് കൂട്ടായി ഈ വൃക്ഷങ്ങളും ഉണ്ടാകും. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആദവിയെ ലോകത്തിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ബേബിയായി അംഗീകരിച്ചു കഴിഞ്ഞു. 2 വർഷം കൊണ്ട് 4 ലക്ഷം വൃക്ഷത്തൈകളാണ് ദിനേശും ജനകനന്ദിനിയും നട്ടുപിടിപ്പിച്ചത്. മദ്രാസ് IITയിലെ ജോലി ഉപേക്ഷിച്ച ദിനേശ് കാർബൺ ന്യൂട്രൽ ഇന്ത്യയെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു സംഘടനയും രൂപീകരിച്ചു. വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാനും കാർബൺ ബഹിർഗമനം കുറയ്ക്കാനും ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നഷ്ടപ്പെട്ട വനങ്ങളെ പുനഃസൃഷ്ടിക്കാനും അതിനായി മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും കാർബൺ മുക്ത അന്തരീക്ഷം സൃഷ്ടിക്കാനും ഇത്തരം വനവൽക്കരണ പ്രവർത്തനങ്ങൾ മാതൃകയാണ്. അതിനായി വ്യക്തികൾ മുൻകൈയെടുക്കുന്നത് തീർച്ചയായും അഭിനന്ദനാർഹമാണ്. ആദവിയെ പോലെ വരും തലമുറയും കാർബൺ ന്യൂട്രൽ ആകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമെല്ലാം ഒരുപോലെ സന്തോഷവും പ്രതീക്ഷയും നൽകുന്ന വാർത്തയാണ് ഇനി നല്ല വാർത്തയിൽ. രാജ്യാന്തര ഗവേഷണ ജേണലുകൾ രാജ്യമൊട്ടാകെയുള്ള വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 1 നേഷൻ 1 സബ്സ്ക്രിപ്ഷൻ ജനുവരി 1 നിലവിൽ വരും. രാജ്യത്തെ 1.5 കോടിയിലേറെ വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. ആദ്യഘട്ടത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് ഇത് ലഭ്യമാക്കുക. പദ്ധതിയെക്കുറിച്ച് തമിഴ്നാട് കേന്ദ്ര സർവകലാശാല ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ KG സുധീർ നല്ല വാർത്തയോട്. ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ പദ്ധതി വഴി ഭാരതത്തിലെ ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ മേഖലയ്ക്ക് ഗുണമേന്മയുള്ള വിജ്ഞാനം കുറഞ്ഞ ചെലവിൽ അഥവാ സൗജന്യമായി തന്നെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യമാണുള്ളത്. രാജ്യത്തെ പൊതുവിദ്യാഭ്യാസ ഗവേഷക സ്ഥാപനങ്ങളിലെ അധ്യാപകർക്കും ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും അന്താരാഷ്ട്ര തലത്തിലുള്ള ഗവേഷണ ലേഖനങ്ങളിലേക്കും ജേണൽ പ്രസിദ്ധീകരണത്തിലേക്കും വഴിതെളിക്കുകയാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്.
കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിയന്ത്രണത്തിലുള്ള 6300 ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങൾക്ക് 30 പ്രമുഖ രാജ്യാന്തര പ്രസാധകരുടെ ഏതാണ്ട് 13,000-ലധികം വരുന്ന ഓൺലൈൻ ജേണലുകൾ ഇതുവഴി ലഭ്യമാക്കും. ഈ പദ്ധതി ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള UGCയുടെ സ്വയംഭരണ അന്തർ സർവകലാശാല കേന്ദ്രമായ ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക് സെന്റർ ആണ് ഏകോപിപ്പിച്ച് നടപ്പിലാക്കുന്നത്. ഭാരതം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യവും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കൂടുതൽ മികച്ചതാക്കാനും ഗവേഷണ മേഖലയ്ക്ക് കൂടുതൽ ഊർജം പകരാനും അധ്യയന മികവ് വർദ്ധിപ്പിക്കാനും രാജ്യാന്തര തലത്തിൽ ഇനിയും മികച്ച വിദ്യാർത്ഥി പ്രതിഭകളെ സൃഷ്ടിക്കാനും പദ്ധതിയിലൂടെ സാധിക്കുമെന്ന് പ്രത്യാശിക്കാം. ഒറ്റയ്ക്ക് നടുക്കടലിൽ അകപ്പെട്ടാലുള്ള അവസ്ഥ ശ്രോതാക്കൾ ചിന്തിച്ചിട്ടുണ്ടോ? കര കാണാനാകാതെ അപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന് സങ്കല്പിക്കാൻ പോലും ആവില്ല. എന്നാൽ ഇതേ സാഹചര്യത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന 11-കാരിയുണ്ട്. സംഭവം നടക്കുന്നത് മെഡിറ്ററേനിയൻ കടലിലാണ്. ട്യൂണീഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പുറപ്പെട്ട അഭയാർത്ഥി ബോട്ടിലുണ്ടായിരുന്ന ആഫ്രിക്കയിലെ സിയേറ ലിയോണിൽ നിന്നുള്ള പെൺകുട്ടി. 44 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. മറ്റുള്ളവരെല്ലാം ബോട്ട് മുങ്ങി മരിച്ചു. ബോട്ട് മുങ്ങിയപ്പോൾ കിട്ടിയ ടയർ ട്യൂബ് അരയിൽ കുടുക്കി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയായിരുന്നു പെൺകുട്ടി 3 ദിവസം. കൊടും തണുപ്പിനെയും വമ്പൻ തിരമാലകളെയും നേരിട്ടുകൊണ്ട്. ഒടുവിൽ മറ്റൊരു രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടെത്തിയ കോമ്പസ് കളക്റ്റീവ് എന്ന കപ്പലിലെ രക്ഷാപ്രവർത്തകരാണ് പെൺകുട്ടിയെ കണ്ടെത്തി രക്ഷപ്പെടുത്തിയത്. ഈ പെൺകുട്ടിയുടെ ധൈര്യവും മനസാന്നിധ്യവുമാണ് അവളെ ആ നടുക്കടലിൽ 3 ദിവസം പിടിച്ചു നിർത്തിയത്. ഉള്ളിൽ ഭയമുണ്ടെങ്കിൽ പോലും രക്ഷപ്പെടാനാകും എന്ന വിശ്വാസം, പോസിറ്റീവ് ചിന്ത എന്നൊക്കെ പറയില്ലേ, അത് ശരിക്കും അവളെ സഹായിച്ചിട്ടുണ്ടാകണം. ജീവിതത്തിലെ ഏത് കഠിന സാഹചര്യത്തിലും പോസിറ്റീവ് ആയിരിക്കുക. ഈ സമയവും കടന്നു പോകും എന്ന് ചിന്തിക്കുക. എല്ലാം ശരിയാകും. ഇനി കൊച്ചിയിലെ ഒരു അമ്മയുടെയും 3 പെൺമക്കളുടെയും ജീവിതകഥയിലേക്ക്. അവരുടെ അതിജീവനത്തിന്റെയും അധ്വാനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും കഥ. ഇഡലി വിൽപ്പനയിലൂടെ ലഭിച്ച വരുമാനം കൊണ്ട് അമേരിക്ക വരെ എത്താൻ കഴിഞ്ഞ സരസ്വതി അമ്മയുടെ കഥ. ദിവസവും 25 ഇഡലി വിൽപ്പനയിൽ തുടങ്ങിയതാണ് ഇപ്പോൾ ദിവസം 5000-ൽ പരം ഇഡലി വിൽപ്പനയിലേക്ക് വളർന്നിരിക്കുന്നു സംരംഭം. മക്കളും അവരുടെ കുട്ടിക്കാലം മുതൽ തന്നെ അമ്മയ്ക്ക് ഉറച്ച പിന്തുണയുമായി കൂടെയുണ്ട്. വീട് വയ്ക്കാനും മക്കളുടെ വിവാഹം നടത്താനും ഒക്കെ സാധിച്ചത് ഇഡലി വിൽപ്പനയിലൂടെയാണെന്ന് സരസ്വതി അമ്മ പറയുന്നു. കൂടാതെ അമേരിക്ക, അബുദാബി, ദുബായ്, ഷാർജ, ന്യൂയോർക്ക്, വാഷിംഗ്ടൺ എന്നിവിടങ്ങളും സന്ദർശിച്ചു കഴിഞ്ഞു ഈ അമ്മയും മക്കളും. അതിജീവനത്തിനു മാത്രമല്ല, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും കഷ്ടപ്പാടിലൂടെ മുന്നേറി ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കാനും തയ്യാറാകണം എന്ന് പഠിപ്പിക്കുകയാണ് സരസ്വതി അമ്മയുടെ ജീവിതം. ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായുള്ള 100 ദിവസത്തെ ക്യാമ്പയിന് രാജ്യത്ത് തുടക്കമായി. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം കേന്ദ്രമന്ത്രി JP നദ്ദ ഹരിയാനയിലെ പഞ്ച്കുളയിൽ നിർവഹിച്ചു. സംസ്ഥാനത്തും വിവിധ ജില്ലകളിൽ 100 ദിവസത്തെ ക്ഷയരോഗ നിർമ്മാർജ്ജന ക്യാമ്പയിന് തുടക്കമായി. രോഗനിർണയ കാലതാമസം കുറയ്ക്കുന്നതിലൂടെയും പ്രത്യേകിച്ച് ദുർബലരായ ജനവിഭാഗങ്ങൾക്ക് ചികിത്സാഫലങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിലൂടെയും ക്ഷയരോഗത്തിനെതിരായ പോരാട്ടം ത്വരിതപ്പെടുത്താൻ ലക്ഷ്യമിടുന്നതാണ് പരിപാടി. 33 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 347 ജില്ലകളിലാണ് ക്യാമ്പയിൻ നടക്കുന്നത്. ക്ഷയരോഗമുക്ത രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനുള്ള രാജ്യത്തിന്റെ നയത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഈ ക്യാമ്പയിൻ. 2025ഓടെ രാജ്യത്തെ ക്ഷയരോഗമുക്തമാക്കാനുള്ള ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പരിപാടിയാണ് പ്രധാനമന്ത്രി TB മുക്ത് ഭാരത് അഭിയാൻ. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavaartha@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശ്രോതാക്കൾക്ക് നല്ല വാർത്തയുടെ പുതുവത്സരാശംസകൾ.